ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 33-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവം എവിടെയും വാക്ക് കൊടുത്തിട്ടില്ല ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കഷ്ടമുണ്ടാകത്തില്ല എന്ന്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടത ഉണ്ട്, പക്ഷേ നമുക്ക് ധൈര്യപ്പെടാൻ കാരണം നമ്മുടെ ദൈവം ജയം തരുവാൻ ശക്തനായിരിക്കുന്നു. അവൻ സകല കഷ്ടതകളെയും ഈ ലോകത്തെയും ജയിച്ചവനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന് തിരുഹിതം പ്രകാരമായി ജീവിക്കുമ്പോൾ ഈ ലോകത്തിരിക്കുന്ന ശാത്താന് നാം ശത്രുവായി മാറുന്നു. നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പലവിധമായ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എങ്കിലും ഭയപ്പെടേണ്ട, നമ്മുടെ ദൈവം നമുക്കിതിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായിരിക്കുന്നു. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, സഹോദരിയെ, നിങ്ങളുടെ ജീവിതത്തിലും ഇന്നും ഏതോ ഒരു കഷ്ടതയോടെ നിങ്ങൾ കടന്നു കൊണ്ടുപോകാം. ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, കുടുംബ പ്രശ്നമാവാം, അല്ലെങ്കിൽ ജോലി നിമിത്തമുള്ള ഒരു പ്രശ്നമാകാം, ഒരു രോഗമാകാം, എന്തും തന്നെ ആകാം. ഒരു കഷ്ടതയോട് കടന്നു കൊണ്ടുപോയിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ദൈവത്തെ നോക്കി പാർത്താൽ മതി. ഈ ദൈവം ലോകത്തെ ജയിച്ചിരിക്കുന്നു, സകലത്തെ കഷ്ടതയും ജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും കഷ്ടതയെടുത്ത് മാറ്റാൻ ശക്തനായിരിക്കുന്നു. ഇന്ന് ദൈവത്തെ നോക്കി വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് എന്ത് ബുദ്ധിമുട്ടായിരുന്നാലും ദൈവം എടുത്ത് മാറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുവാൻ കാരണമെന്ത്? പ്രധാനമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ. നാം വേദവചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ സങ്കീർത്തനം 119-ാം അധ്യായം 71-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതരായിരിക്കുന്നത് എനിക്ക് ഗുണമായി. സംഗീതക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ കഷ്ടതരായി, അത് എനിക്ക് ബുദ്ധിമുട്ടോ വിഷമമല്ല, അത് നന്നായി, കാരണം നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം അത് ഗുണമായി തീർന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതേ തന്നെ 119-ാം അധ്യായത്തിൽ 67-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ, കഷ്ടകാലത്തിന് മുൻപതായിട്ട് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ വചനം പാലിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുന്ന മുൻപതായിട്ട് ഞാൻ വഴിതെറ്റിപ്പോയി, അതിനിമിത്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു എന്ന് അദ്ദേഹം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരും. ഒരു സമയം ഞാൻ ഒരു പുരോഹിതനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളിങ്ങനെ കഷ്ടതയെക്കുറിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പങ്കുവച്ചു. അദ്ദേഹത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു പിതാവ് വന്നിരുന്നു. അവർ അനേക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ പുരോഹിതൻ ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ ആ പുരോഹിതന് മനസ്സിലായി, ഈ പിതാവിനടുത്തിൽ അനേക പാപ സ്വഭാവങ്ങളുണ്ട്, വിടേണ്ട അനേക സ്വഭാവങ്ങളുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകളാക്കുക, അതിൽ മറ്റു പല പാപ സ്വഭാവങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാനസാന്തരപ്പെടണം, ഈ പാപകാര്യങ്ങൾ നിങ്ങൾ കൈവിടണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ പുരോഹിതൻ്റെ വാക്ക് അദ്ദേഹം ചെവിക്കൊണ്ടില്ല. പറഞ്ഞു, നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ വരും, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. പക്ഷേ പിതാവ് അതിനെ ചെവിക്കൊണ്ടില്ല. ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആ പിതാവ് ആ പുരോഹിതരെ കാണിച്ചു വന്നു. നിങ്ങൾ പറയുന്ന പോലെ പ്രകാരം തന്നെ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ, ഞാൻ പലവിധ പ്രതിസന്ധികളായിരിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കുന്നു, എങ്ങനെ എൻ്റെ കുടുംബത്തിൽ നടത്തും, എങ്ങനെ എൻ്റെ മക്കളെ കരകയറ്റും എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഈ കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചില്ല, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചില്ലാത്തത് കൊണ്ടത്രേ. ഇന്ന് മാനസാന്തരപ്പെടുവാണെങ്കിൽ ഈ ദൈവം നിങ്ങളുടെ കഷ്ടതയിൽ വിടുവിക്കാൻ ശക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് അവിടെ മാനസാന്തരപ്പെട്ടു. താൻ ചെയ്യുന്ന സകല പാപങ്ങളും ദൈവത്തിന് മുൻപതാകെ ഏറ്റുപറഞ്ഞ് വിട്ടുകളഞ്ഞ് ഒരു ദൈവഭയത്തോട് ജീവിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ മാറിപ്പോയി. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം സ്വയ പരിശോധന ചെയ്ത് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ
എന്തെങ്കിലും ഒരു പാപ സ്വഭാവങ്ങൾ, വിടേണ്ട സ്വഭാവങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യം പ്രാധാന്യമായിരിക്കുന്നു. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന് മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വരാൻ സാധ്യത ഉണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അത് നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബത്തോടും അനുഗ്രഹത്തിനും അത് തടസ്സമായി ഇരിക്കും. അതുകൊണ്ട് അത് മാറ്റണം. ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു ചെറിയ ടീമും എൻ്റെ താഴെ കുറച്ച് പേരുമുണ്ട്. ചിലർ നന്നായിട്ട് ജോലി ചെയ്യും. അവർക്ക് വേണ്ട അവർ അർഹിക്കുന്ന അനുകൂലങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ചിലർ ശരിക്കും ജോലി ചെയ്തില്ല. മാനേജറായി ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന്. അപ്പോൾ ആരൊക്കെ ശരിക്കും ജോലി ചെയ്യുന്നില്ലോ അവിടെയൊക്കെ ഞാനൊരു ഹാർഡ് ആൻഡ് ടഫ് പ്രോസസ്സ് അവർക്ക് കൊടുത്ത് അവർ ചെയ്യിപ്പിക്കാൻ പറയും. ഡെയിലി എന്നോട് റിപ്പോർട്ട് അയക്കാൻ പറയും, ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും നാം ദൈവഭയത്തോടു കൂടി ജീവിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ എപ്പോൾ നാം പാപത്തിൽ ജീവിക്കുന്നു, ദൈവത്തിൽ കൽപ്പന വിലകുന്നു, അപ്പോൾ ഒരുപക്ഷെ ദൈവത്തിനും നമ്മെ ഒരു ടഫ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പം അവസരമുണ്ടായേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നു. മാനസാന്തരപ്പെടുമ്പോൾ, ദൈവത്തെ നോക്കി പാർക്കുമ്പോൾ നമുക്ക് വിടുതൽ വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരാതിരിക്കുവാൻ വേണ്ടി നാം വിടേണ്ട സ്വഭാവങ്ങളെ നാം വിടേണ്ടത് ആവശ്യമായിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാ കഷ്ടതയ്ക്കും കാരണം പാപം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യോബ് ഭക്തന്റെ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹവും കഷ്ടത അനുഭവിച്ചു. അത് ചെയ്ത പാപം അല്ല. യോബ് 23-10 പറഞ്ഞിരിക്കുന്നു, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ ആയിത്തീരും എന്ന് അദ്ദേഹം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരാൻ ഒന്നിൽ നമ്മുടെ പാപമായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ കാര്യം വെച്ചിരിക്കാം. നാം അതിൽ പൊന്നായി തിളങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വിടേണ്ട സ്വഭാവങ്ങൾ വിടാതെ പാപത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പിന്നാட்களிൽ ഒത്തിരി കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നാം അതിനൊരു അവസരം കൊടുക്കാതെ നാം ഇന്ന് മാനസാന്തരപ്പെടാം. ഇന്ന് നാം അതിനെക്കുറിച്ച് ഏറ്റുപറഞ്ഞ് വിടേണ്ട സ്വഭാവം വിട്ടാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളിൽ നിന്ന് ദൈവം വിടുവിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ വരുന്നു. അപ്പ, ഈ നല്ലൊരു ചിന്തയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഏതൊക്കെ കുടുംബങ്ങൾ പലവിധമായ കഷ്ടതകളോട് കടന്നു പോകുന്നു, അവർക്ക് വേണ്ടി അവിടുത്തെ പരിശുദ്ധ മുഖത്തെ ഞാൻ നോക്കി പാർക്കുന്നു. അപ്പ, അവർ കടന്നു പോകുന്ന കഷ്ടതകൾ, അതിൻ്റെ വേദനകൾ ദൈവം അറിയാം. കാരണം ദൈവം തന്നെ കഷ്ടതകളിൽ കൂടെ കടന്നുപോയ ദൈവമാകുന്നു. ദൈവം കഷ്ടതകളെയും ഈ ലോകത്തെയും ജയിച്ചിരിക്കുന്ന ദൈവമായ പടിയാൽ ഇവർക്ക് ഇതിൽ നിന്നൊരു വിടുതല കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർക്ക് ദൈവം അവർക്ക് വഴി തുറന്ന് കൊടുക്കണമേ. ജോലിയിൽ പ്രശ്നമുള്ളവർക്ക് ദൈവം വിടുതല കൊടുക്കണമേ. ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഒരു നല്ല ജോലിയെ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമേ. മറ്റും പലവിധമായ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് ദൈവം വിടുതല കൊടുക്കണമേ. ഒരു അത്ഭുതങ്ങൾ ദൈവം ചെയ്ത് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനം മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം നമ്മുടെ ദൈവം ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ദൈവത്തെ നോക്കി പാർത്താൽ, വിശ്വാസത്തോട് പാർത്താൽ, വിടേണ്ട സ്വഭാവം വിട്ട് ദൈവത്തെ നാം നോക്കി പാർക്കുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കും. നിങ്ങളുടെ സകലവിധ കഷ്ടതയിലും ദൈവം നിങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.